അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് ആഗതമായി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും മഹിതമായ സ്മരണകൾ നാം പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്ന പരിശുദ്ധമായ ദിനങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്മരണകൾ, ഓർമ്മകൾ എല്ലാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും അവിടുത്തെ കുടുംബവുമായും ബന്ധപ്പെട്ടതാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുട്ടിക്കാലം മുതലേ നാം പഠിച്ചു വച്ച, നമ്മുടെ ഹൃദയത്തിൽ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ഹൃദയത്തിൽ പതിഞ്ഞ പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ പ്രധാനിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം എന്താണ് ആ നാമം? അത് അനറബി പദമാണ് എന്നാണ് പ്രബലമായി പലരും പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം എന്ന പദത്തിന് വിവിധങ്ങളായ രൂപഭാവങ്ങളുണ്ട്. നമുക്കറിയാം, ഖുർആൻ വിവിധ രൂപങ്ങളിൽ പാരായണമുണ്ട്. ഇബ്രാഹിം എന്നത് അതിൽ പ്രധാനമായ ഒരു നാമമാണ്. ആ ഇബ്രാഹിം എന്ന നാമം ഇബ്രാഹാം എന്നുണ്ട്, ഇബ്രാഹിം എന്നുണ്ട്, ഇബ്രഹം എന്നുണ്ട്, ഇബ്രഹും എന്നുമുണ്ട്. അപ്പോൾ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രശസ്തമായ അഭിപ്രായപ്രകാരം അനറബി പദമായ ഈ പദത്തിന് അല്ലെങ്കിൽ ഈ നാമത്തിന് വിവിധമായ രൂപഭാവങ്ങളുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ബഹുവചനങ്ങൾ അബാരിം, ബറാഹിം, ബറാഹിമത്ത് എന്നൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ നാമത്തിൻ്റെ അർത്ഥതലം? നാം ആ മഹനീയ ചരിത്രം പഠിക്കുമ്പോൾ നാം ഇട്ട പ്രമേയം തന്നെ ഖലീലുല്ലാഹി ജീവിത പുസ്തകം എന്നാണ്. ദശദിനം കൊണ്ട് അവസാനിക്കുന്നതല്ല അവിടുത്തെ ജീവിതം. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വൈവിധ്യ മേഖലകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ആ കുടുംബജീവിതം. എന്നാലും ചിലതൊക്കെ നമുക്ക് പറയാമെന്ന് വെച്ചാണ് ആ പ്രമേയത്തിൽ നിന്നുകൊണ്ട് നാം സംസാരിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഇബ്രാഹിം എന്ന നാമത്തിൻ്റെ അർത്ഥം സുരിയാനി ഭാഷയിൽ അബുൻ റഹീം, കാരുണ്യവാനായ പിതാവ് എന്നാണ് അർത്ഥം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഏറ്റവും പ്രാമുഖ്യത്തോടുകൂടെ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണം ഖലീലുല്ലാഹി എന്നാണ്. നമ്മുടെ പ്രമേയത്തിലും നാം കാണുന്നത് ഖലീലുല്ലാഹി ജീവിത പുസ്തകം എന്നാണ്. ഖലീലുല്ലാഹി എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ വിസ്തൃതമായ സ്ഥാനപ്പേരാണ്. എന്താണ് ഖലീൽ? എന്താണ് ഖലീലുല്ലാഹി എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ ചങ്ങാതി. സാധാരണഗതിയിൽ ഖലീൽ എന്ന് പറയുമ്പോൾ ചങ്ങാതി എന്ന അർത്ഥങ്ങൾ കാണാം. അള്ളാഹുവിൻ്റെ ചങ്ങാതി എന്ന അർത്ഥം വെച്ച് അതിനെ കേവലവൽക്കരിക്കാൻ പാടില്ല. എന്താണ് ഖലീലുല്ലാഹി എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹു, അനവധി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹുവിൽ ലയിച്ച്, ഹൃദയം അള്ളാഹുവിൽ ലയിച്ച്, അല്ല ശരീരം മുഴുവനും ലയിച്ച് അള്ളാഹുവിൻ്റെ പ്രേമത്തിലായി, പ്രണയത്തിലായി, സ്നേഹത്തിലായി ജീവിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഖലീൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥം അതാണ്. ശരീരവും ആത്മാവും എല്ലാം അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ ലയിച്ചവർ. ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അള്ളാഹു താല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ബിംബാരാധനകളും വൈവിധ്യങ്ങളായ വസ്തുക്കളെ ആരാധിക്കുന്നവരുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അതിൽ നിന്നെല്ലാം ജനങ്ങളെ നന്മയുടെ, ഏകത്വത്തിൻ്റെ വിശ്വാസ മേഖലയിലേക്ക് വഴിതെളിച്ചുകൊണ്ട്
അള്ളാഹുവിൽ ലയിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അതിനെതിരിൽ തീക്കുണ്ടാരം പുൽകേണ്ടി വന്നപ്പോൾ അത് പുഞ്ചിരിച്ച് സ്വീകരിക്കുകയും തൻ്റെ മകനെ ബലിയറുക്കേണ്ടി വന്നപ്പോൾ അതിൻ്റെ ശ്രമത്തിന് മുതിരുകയും തൻ്റെ സമ്പത്ത് കൊണ്ട് അനവധി പേരെ സൽക്കരിക്കേണ്ടി വന്നപ്പോൾ അതിന് തയ്യാറാവുകയും ഒക്കെ ചെയ്തപ്പോൾ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഖലീലാക്കി മാറ്റി. എല്ലാ നിലക്കും അള്ളാഹുവിനെ പ്രണയിച്ചവർ, നാഥനെ പ്രണയിച്ചവർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് ഈ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി നമുക്ക് ആ പേര് നമുക്ക് മൊഴിയാം. പ്രത്യേകിച്ച് ദുൽഹിജ്ജയിലെ ബലിപെരുന്നാളിൻ്റെ ഈ സ്മരണീയ ദിനങ്ങളിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേര് പറയുമ്പോൾ എന്താണ് ഖലീലുല്ലാഹി, എന്താണ് ഇബ്രാഹിം, നമുക്കത് പഠിച്ചു പറയാൻ ഒരവസരമാണ്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജനനം, അവിടുത്തെ പ്രസവം അത് നടക്കരുത് രാജാവ് തീരുമാനിക്കുന്നു. എന്നാൽ ആ പ്രസവം നടക്കണം സൃഷ്ടാവ് തീരുമാനിക്കുന്നു. എന്താണ് സംഭവിച്ചത്? നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.